അപ്പം അങ്ങനെ പാടിപ്പാടിയാണ് ദേവാലയ സംഗീതത്തിലൂടെ നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചു. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. 30,000-ഓളം പാട്ടുകൾ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാസറ്റ് ഉള്ള കാലം തൊട്ട് CD വന്ന കാലം തൊട്ട് ഇപ്പോൾ യൂട്യൂബ് വന്ന കാലം വരെയുള്ള പാട്ടുകൾ എല്ലാം കൂടെ വളരെയധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. മലയാള ക്രിസ്തീയ ഗാനരംഗത്ത് തൻ്റെതായ രീതിയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച സംഗീത സംവിധായകനാണ് KG പീറ്റർ. അദ്ദേഹത്തിൻ്റെ 3000-ഓളം വരുന്ന സൃഷ്ടികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചവയാണ്. ദേവാലയത്തിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിലും ആ ഗാനങ്ങൾ എന്നും ജനങ്ങൾ ഏറ്റുപാടുന്നു. ബെത്ലഹേം TV-യുടെ മ്യൂസിക്കൽ ടെസ്റ്റ് മണിയിൽ നമ്മുടെ അതിഥി ശ്രീ KG പീറ്ററാണ്. സ്വാഗതം. KG പീറ്റർ എന്ന സംഗീതത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഞാനൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു എളിയ കലാകാരനാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി പാടാനൊക്കെ ഉള്ള കഴിവുള്ളതുകൊണ്ട് ദേവാലയങ്ങളിൽ പാടിയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. തിരുവാല സഖ്യം എന്ന ഒരു സംഘടനയിലൂടെ സിസ്റ്റർമാരാണ് എന്നെ പാട്ടിന് വേദികളിലേക്ക് ഉന്തിത്തലേക്ക് ഓടിച്ച് പാടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ചെന്ന് പാടുമോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അന്നൊക്കെ പാടുന്നത്. ക്രിസ്തീയ ഗാനങ്ങളൊന്നും അല്ല, സിനിമാ പാട്ടുകളൊക്കെയാണ് അന്ന് പാടുന്നത്. അപ്പം അങ്ങനെ പാടിപ്പാടിയാണ് ദേവാലയ സംഗീതത്തിലൂടെ നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചു. ഒത്തിരിയേറെ പാട്ടുകളൊക്കെ കൊയറിൽ പങ്കെടുത്ത് പാടി. അങ്ങനെ പിന്നെ കൊയറുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ ഗാനങ്ങളുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വന്നു. അങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. KG പീറ്ററിൻ്റെ ഗാനങ്ങൾ പരിശോധിക്കുമ്പോൾ സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു പാട്ട് എന്ന് പറയുന്നത് ആരാധനയ്ക്കേറ്റം യോഗ്യനായവനെ എന്നുള്ളൊരു ഗാനമായിരുന്നു. ഏതൊരു ദേവാലയത്തിൽ ചെന്നാലും ആരാധനയുമായി ബന്ധപ്പെട്ടും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ ദിവസവും ജനങ്ങൾ വിശ്വാസികൾ ആലപിക്കുന്ന ഒരു ഗാനം കൂടിയാണ്. ആ ഗാനത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? അത് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ അസിസിയിൽ ഗാന ശുശ്രൂഷകനായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ 2000-നൊക്കെ മുമ്പ് അവിടെ ഇങ്ങനെ ഗാനം ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. പാട്ട് കമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അത് ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ എന്ന് പറയുന്ന അച്ഛൻ എഴുതിയ പാട്ടാണ്. അച്ഛൻ മുഖേനയാണ് എനിക്ക് കൊണ്ട് ആ പാട്ട് തന്ന്. ഒപ്പം ബേബി ജോണും ഉണ്ടായിരുന്നു. ബേബി ജോണും അച്ഛനും കൂടിയാണ് എനിക്ക് ആ പാട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന.
ആരാധന. ഹൃദയത്തിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന വരികളും അതോടൊപ്പം തന്നെ ആ സംഗീതവും വളരെ മനോഹരമായിട്ടാണ്. ഈ ജിനോ കുന്നംപുറത്തിന്റെ സിയോൺ ക്ലാസിക്കിന്റെ ആൽബങ്ങളിലാണ് അല്ലെ താങ്കളുടെ സംഗീത രംഗത്തേക്കുള്ള വരവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജിനോയാണ് നമ്മളെ ആ ഒരു ഇതിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. എത്ര ആൽബം അവരുമായിട്ട് ചെയ്തിട്ടുണ്ട്? ദിവ്യദാനം എന്ന് പറഞ്ഞ CD അന്ന് CD ഉള്ള കാലമാണല്ലോ. അപ്പോൾ അതിൽ കുറേ പാട്ടുകളെല്ലാം തന്നെ നമ്മൾ മിക്ക പാട്ടുകളും ചെയ്തിട്ടുണ്ട്. അൽത്താരയൊരുങ്ങി അകതാരൊരുക്കി ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും, അതൊക്കെ അതിലുള്ള പാട്ടുകളാണ് ദിവ്യദാനത്തിലെ. അപ്പൊ അതിലെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റ് പാട്ടുകളല്ല. 10,000-ഓളം പാട്ടുകൾ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കാസറ്റ് ഉള്ള കാലം തൊട്ട് CD വന്ന കാലം തൊട്ട് ഇപ്പൊ യൂട്യൂബ് വന്ന കാലം വരെയുള്ള പാട്ടുകൾ എല്ലാം കൂടെ വളരെയധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പീറ്റേട്ടൻ്റെ എനിക്കായി എൻ്റെ ദൈവം ഏകജാതന നൽകിയെന്ന പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1-2 ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇസ്രായേലിൽ കുറച്ച് വർഷം ജോലി ചെയ്തതാണ്. ഞാൻ അവിടെ 2013 ചെന്നിട്ട് ആദ്യമായിട്ട് ജെറുസലേമിൽ ദുഃഖ വെള്ളിയാഴ്ച ദിവസം, ആ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയുടെ ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് അവിടെ ഒരു കൊയറിന് പങ്കെടുത്ത് സോളോ ആയിട്ട് പാടാനുള്ള അവസരം ദൈവം തന്ന ഒരു ഗാനമാണ് എനിക്കായി എൻ്റെ ദൈവം. അന്ന് ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചൊക്കെ വന്നു. എനിക്ക് അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അത് ആ പാട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് കേട്ടിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകിയെന്ന പാട്ട് ഒരിക്കലും മറക്കാനാവാത്ത അനുഭൂതി തരുന്ന ഒരു ഗാനം തന്നെയാണ്. പീറ്റേട്ടാ, എങ്ങനെയാണ് ആ ഗാനത്തിലേക്കുള്ള താങ്കളുടെ വരവ്? ഒരു ധ്യാനത്തിന് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ്, വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് ആണ് ആ പാട്ടിൻ്റെ ട്യൂൺ കിട്ടിയത്. അപ്പം തന്നെ ഞാൻ ടേപ്പ് റെക്കോർഡ് വെച്ചത് റെക്കോർഡ് ചെയ്തു. ചുമ്മാ മൂളിയും കേട്ടു ലല പോലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ലല വെച്ചങ്ങ് പാടിയും കിട്ടും. അതങ്ങനെ ഓർത്തില്ല. അപ്പോൾ പിന്നീട് ആ പാട്ട് എഴുതിയത് ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛനാണ്. തിരുനാമകീർത്തനമൊക്കെ എഴുതിയ അച്ഛനുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ എഴുതിയ പാട്ടാണത്. അതിലെ ആ പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പാട്ടാണ്. അതിന് സംഗീതം ഇങ്ങനെ എനിക്ക് ബൈ ചാൻസിൽ അതിൻ്റെ സംഗീതം കിട്ടി. പിന്നെ ഞാനത് ചിട്ടപ്പെടുത്തി എടുത്ത് ഒരു നല്ലൊരു റൂട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ആ പാട്ട് എനിക്കായി എൻ്റെ ദൈവം. ബിജു നാരായണൻ അസലായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട്. ബിജു ആണ് പാടിയിരിക്കുന്നത് ആ പാട്ട്. എത്ര വർഷമായിട്ടുണ്ടാവും ആ പാട്ട് ഇറങ്ങി? അതൊരു 10-15 വർഷത്തോളം അടുത്തായി. എന്നാലും ആ പാട്ട് നോക്കുന്ന കേട്ടല്ലോ. തീർച്ചയായിട്ടും കേൾക്കാം. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി, മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എൻ്റെ വരികളും ആ ഒരു ട്യൂണും, പ്രത്യേകിച്ച് ഇത് ദുഃഖ വെള്ളിയാഴ്ച കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ പാട്ട് അതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ നമുക്ക് ഒത്തിരിയേറെ നല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി നേരം കരയാനുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ പനച്ചിക്കൽ അച്ഛനാണല്ലോ അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അച്ഛൻ എങ്ങനെയാണ് ഈ ട്യൂണ് കേട്ടപ്പോൾ? അച്ഛന് ആദ്യമേ പല ട്യൂണുകളും നമ്മൾ ചെയ്തു, അവസാനമാണ് ഈ ട്യൂൺ ഫിക്സ് ചെയ്തത്. അപ്പം ഞാൻ
പല രീതിയിലും ഇപ്പോൾ ആരാധനയ്ക്കേറ്റം ഒക്കെ ആണെങ്കിലും പല പല ട്യൂണുകളിലൊക്കെ ആദ്യം നമ്മൾ ചെയ്യുമല്ലോ. ഒത്തിരി പ്രാവശ്യം ഇത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഫൈനലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നൊരു പാട്ടാണ് ഇത്, എനിക്കായി എൻ്റെ ദൈവം. അതിൻ്റെ അനുപല്ലവിയൊക്കെ ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ് ഇത്. കാരണം ഒത്തിരി ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അങ്ങനെയാണ് പാട്ട് നല്ല ഹിറ്റാവുകയും ചെയ്തു കേട്ടോ. എല്ലാവരും പാടുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ പാടി കേൾക്കുമ്പോൾ നമുക്ക് അത് അവർ പാടി നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു അവാർഡ് കിട്ടിയ പോലെയാണ് നമ്മൾ. പീറ്റേട്ടൻ ധ്യാന രംഗത്തേക്ക്, ശുശ്രൂഷ രംഗത്തേക്ക് പോകുന്ന ഒരാളാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. എങ്ങനെയാണ് അതെവിടെ വെച്ചാൽ കണ്ടത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2008-2009 കാലഘട്ടത്തില് നമ്മുടെ കൊച്ചിയിലെ POC പാലാരിവട്ടം POC ഒരു നോമ്പുകാല ഒരുക്ക ധ്യാനത്തില് പീറ്റേട്ടൻ ജോസഫ് പുത്തമ്പരാച്ചനെയും കൂടെ അച്ഛനും ഒരുമിച്ച് വന്ന് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നേ. അനുഭവമായിരുന്നു. നല്ല ധ്യാനമായിരുന്നു അത്, നല്ല അഭിഷേകമുള്ള ധ്യാനം. അന്ന് പീറ്റേട്ടൻ ഞങ്ങളൊരു പാട്ട് പഠിപ്പിച്ചിരുന്നു, ആ വിരൽ തുമ്പൊന്ന് തൊട്ടാൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അയ്യോ, അത് ഇറങ്ങിയ സമയമാണെന്നാണ്. അപ്പൊ ആ സമയത്ത് പീറ്റേട്ടൻ ആ പാട്ട് ഞങ്ങളെ പഠിപ്പിക്കുക. ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാം. ആ വിരൽത്തുമ്പ് എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുന്നത് പാലായിൽ ഞങ്ങളൊരു വീട്ടിലിരുന്നാണ് ആ പാട്ട് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ, എൻ്റെ മോൻ നെൽസനുണ്ട്, ഞാനുണ്ട്, മനോജ് ഇലവെങ്കിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. മനോജ് ഇലവെങ്കിലിൻ്റെ വരികളാണ് അതിലെ ശക്തമായ വരികളാണ്. അപ്പോൾ ആ പാട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനോജിന് അസുഖം ഉണ്ടായി. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയാണ് ഈ പാട്ടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രൂപ്പ് കാണും കൂടെ. അപ്പോൾ ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോജിന് ഭയങ്കരമായ പനിയും കിടന്ന് പുള്ളി ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കമ്പോസ് ചെയ്തു രാത്രിയിൽ എന്ന് പാട്ട് ചെയ്ത പാട്ടാണ് ആ വിരൽത്തുമ്പ്. അതില് ഈശോ നീ വന്നിടണേ മുറിവുണ കിഴണമേ, അടിപൊളി, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമെന്ന് പറയുന്ന ആ പ്രാർത്ഥന, അതൊക്കെ ഒരു കോർസ് കൂടെ ആട്ടോ. അതെ, അതൊരു നിലവിളി തന്നെ. അതെ അതെ അതെ, ഇടിവിട്ട് കോറസ് അതിന്റെ പാട്ട്. അത് പാടിക്കോ. അപ്പൊ ഞങ്ങളതിന്റെ സ്റ്റുഡിയോ അന്ന് തൃപ്പൂണിത്തുറ ഒരു സ്റ്റുഡിയോയിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. ആ പാട്ട് രണ്ടുപേരും പ്രേക്ഷകർ പാടിയത്. വിരൽ തുമ്പൊന്നു തൊട്ടാ ശാന്തമായി തീരുമെന്നുള്ളം, വിരൽ തുമ്പൊന്നു തൊട്ടാ ശാന്തമായി തീരുമെന്നുള്ളം, ആ സ്നേഹമയനം പതിഞ്ഞ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈശോയോടുള്ള ഒരു നിലവിളി, ഒരു കരച്ചിൽ, അഭ്യർത്ഥന, അത് വർണ്ണിക്കാൻ പോരാ. എന്തായാലും അതിമനോഹരമായ ഒരു ഗാനമാണ്. മലയാളത്തിലെ അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനത്തെ സ്നേഹിക്കുന്നവർക്കും അതുവഴി കർത്താവിനെ ആരാധിക്കുന്നവർക്കും നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ നൽകിയത്. ഞാൻ ആ പാട്ട് കണ്ടമാനം പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ധ്യാന കേന്ദ്രത്തിലൊക്കെ വരുന്നവർ അത് തന്നെ മതിയായിരുന്നു ആ പാട്ട്. ആ വിരൽ തുമ്പൊന്ന് തൊട്ടാൽ എന്നുള്ള പാട്ട് ബ്രദറെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പീറ്റേട്ടൻ്റെ ഈ കരിസ്മാറ്റിക് അല്ലെങ്കിൽ ഈ ധ്യാന അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോഴും ധ്യാനത്തിനൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സമയം കണ്ടെത്തിയിരുന്നു? ഞാൻ അതിനുള്ള സമയം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ജോസഫ് പുത്തമ്പരാച്ചൻ്റെ ധ്യാനത്തിലാണ്. അച്ഛൻ്റെ കൂടെയാണ് ഔട്ട്ഡോറൊക്കെ പോകുന്നത് പാടാൻ. പിന്നെ ബാക്കിയുള്ള സമയം അവിടെ ഇരുന്നു കൊണ്ട് അസിസിലുള്ള സമയം അവിടെ ഇരുന്നുകൊണ്ടൊക്കെ കൂടുതലും പാട്ടുകളൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ അധികം സമയം ഇല്ലല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സമയം ധ്യാന കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പോസിങ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാൻ താല്പര്യം കാണും. പീറ്ററിന്റെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ലൂസി, മക്കള് 2 പേരുണ്ട്, നെൽസൺ പീറ്റർ, റിക്സൺ പീറ്റർ. 2 ആൺപിള്ളേരാണ് എനിക്ക്.
നെൽസൺ വളരെ സുപ്രസിദ്ധനായിട്ടുള്ള ഒരു പിതാവിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്ത. നെൽസനെയും ഞാനിങ്ങനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നു. ആദ്യ ശുശ്രൂഷയിലായിരുന്നവന് കാഞ്ഞിരപ്പള്ളിയിലൊരു ധ്യാന കേന്ദ്രത്തിൽ അവനും ഇതുപോലെ തന്നെ ധ്യാനത്തിന് പാടുമായിരുന്നു. പഴയ വിരട്ടിൽ ഉള്ളൊരു മാതാവിൻ്റെ ഒരു ധ്യാന കേന്ദ്രം. അതിനുശേഷം അവന് പിന്നെ ചേതനയിൽ പിയാനോ പഠിക്കാനായിട്ടൊക്കെ ചേർന്ന് തൃശ്ശൂർ അവിടെ ആക്കി. പിന്നെ അങ്ങനെ അവൻ ചേതനയിൽ പിയാനോ ഒക്കെ പഠിച്ച് പിന്നെ എല്ലാം പുള്ളി തന്നെ എല്ലാം തിരഞ്ഞെടുക്കുക ചെയ്ത്. തീർച്ചയായിട്ടും നെൽസനെ കുറിച്ച് പറയുമ്പോൾ നെൽസന്റെ ഈശോ ഗോഡ് എന്നൊക്കെ ഉള്ള ആൽബത്തിലെ പാട്ടുകൾ നമ്മള് മലയാളികൾ എപ്പോഴും ഏറ്റുപാടുന്ന ഗാനങ്ങളൊക്കെ അതിലുണ്ട്. നെൽസൺ പീറ്റർ സംഗീതം ചെയ്ത ഒന്നുമില്ലായ്മയിൽ നിന്നെ എന്ന് പറയുന്ന ഗാനം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്. നമുക്ക് അതിൽ ഒരു 2 വരി പാടിയല്ലോ കേട്ടോ. തീർച്ചയായിട്ടും പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മയിൽ നിന്നിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ബത്ലഹേം ടിവിയുടെ മ്യൂസിക്കൽ ടെസ്റ്റ് മണിയിൽ ഇത്രയും നേരം പങ്കെടുത്തതിന് ഒരുപാട് കാര്യങ്ങൾ, സംഗീത ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ എല്ലാം പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ശ്രീ KG പീറ്റർ.